ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹെൽത്ത് വെൽത്ത് ടിപ്പ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സ്റ്റാർ ഹെൽത്തിനെ കുറിച്ച് അറിയുവാനും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുവാനും അതിൻ്റെ ബാക്ക് സപ്പോർട്ട് കിട്ടുവാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോളിസി എടുക്കുന്ന എല്ലാവർക്കും 10% ഡിസ്കൗണ്ട് പോളിസി നൽകുന്നതായിരിക്കും. വേണ്ട എല്ലാ രീതിയിലുള്ള ബാക്ക് സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ജെന്യുവനായിട്ടുള്ള എല്ലാ കേസുകളും നിങ്ങൾക്ക് ആക്സിഡൻറ്റ് ഒരു ദിവസം കഴിഞ്ഞാൽ തന്നെ കവറാകുന്നതായിരിക്കും. സാധാരണയുള്ള അസുഖങ്ങൾ, സാധാരണ പെട്ടെന്ന് വരുന്ന അസുഖങ്ങളെല്ലാം 30 ദിവസത്തിനുള്ളിൽ കവറേജ് കിട്ടുന്നതാണ്. പിന്നെ പ്ലാൻഡ് രോഗങ്ങളുണ്ടല്ലോ, കുറച്ച് മാസം മരുന്ന് കഴിച്ച് മുന്നോട്ട് നീക്കി സർജറിയൊക്കെ ചെയ്യാവുന്ന സൈസ്, അങ്ങനത്തെ അസുഖങ്ങൾക്ക് എല്ലാ ഇൻഷുറൻസ് കമ്പനികളും 2 വർഷം വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട്. ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഞങ്ങളുടെ കയ്യിൽ ഒരു 3 മാസം മുന്നേ ഒരു ആൾ പോളിസി എടുത്തു. അവർക്ക് ഒരു ഫാമിലി ആയിട്ടാണ് എടുത്തത്. ഒരു 2-3 വർഷമായിട്ട് അവർക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരു പുളിച്ചത് കിട്ടുന്നില്ല. നമ്മളിങ്ങനെ നെഞ്ചെരിയുന്ന പോലെ ഒരു പുളിച്ച് കിട്ടുന്ന പോലെ ഒരു ഇതുണ്ടായിരുന്നു. അത് എല്ലാവർക്കും തന്നെ മിക്കവർക്കും ഉണ്ടാകുന്ന ഒരു ഇതാണല്ലോ, പുളിച്ച് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പം പുളിച്ച് കേട്ടുന്ന പോലെ നെഞ്ചെരിയുന്ന പോലെയൊക്കെ വരുന്നത്. അങ്ങനത്തെ ഒരു അസ്വസ്ഥത മാത്രം അവർക്കുണ്ടായിരുന്നു. വേറെ ഒരു അസുഖങ്ങൾക്ക് ഇതൊന്നുമില്ലായിരുന്നു. അവർ പോളിസി എടുത്തു. 3 മാസമായുള്ളൂ. ഇന്നലെ പെട്ടെന്ന് അവർക്ക് വല്ലാണ്ട് വയ്യാതായി, കുഴഞ്ഞു വീണു. അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേനും അവർക്ക് ബ്ലാഡർ സ്റ്റോണാണ്, പിത്താശയക്കല്ല്. അപ്പോൾ എല്ലാ ഇൻഷുറൻസിലും ആ ഒരു അസുഖത്തിന് 2 വർഷം പോളിസി എടുത്ത് 2 വർഷം കഴിഞ്ഞാൽ മാത്രമേ ഈ അസുഖം കവറേജ് ആവുകയുള്ളൂ. ആ ഒരു അസുഖത്തിന് ഓപ്പറേഷന് 1 ലക്ഷമാണ് ഏറ്റവും ചുരുങ്ങിയ റേറ്റ്. 1 ലക്ഷം രൂപ കൊടുത്ത് ഓപ്പറേഷൻ ചെയ്യണം. അവർക്ക് പെട്ടെന്ന് നീട്ടി വെക്കാൻ പറ്റുന്നില്ല, പക്ഷേ ഇൻഷുറൻസ് കവറേജ് അവർക്ക് കിട്ടത്തില്ല. 2 വർഷം വെയിറ്റിംഗ് പീരീഡിലുള്ള അസുഖമാണ് കിഡ്നി സ്റ്റോണ്, ബ്ലാഡർ സ്റ്റോണ്, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ. മുട്ടിൻ്റെ തേയ്മാനം, അവയവങ്ങൾ മാറ്റിവെക്കുക, അസ്ഥി സംബന്ധമായ രോഗങ്ങൾ തേയ്മാനം സംഭവിക്കുക, മൂലക്കുരു, പിസ്റ്റുല, തൈറോയിഡ്, അങ്ങനെ തുടങ്ങിയ 18 തരം രോഗങ്ങൾ 2 വർഷം വെയിറ്റ് ചെയ്യേണ്ട അസുഖങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെയൊരു സങ്കടകരമായ അവസ്ഥയുണ്ടായി. അതുകൊണ്ട് നമ്മൾക്കും അങ്ങനെയൊരു പുറമേ കാണാൻ നമുക്കൊരു മുന്നറിയിപ്പൊന്നും ഇല്ലെങ്കിലും ഏത് അസുഖങ്ങളും എപ്പോഴും നമ്മൾക്ക് കടന്ന് സംഭവിക്കാം. അതുകൊണ്ട് എത്രയും വേഗം ഇതിൽ ഒരു 2 വർഷം നമ്മളത് മുന്നോട്ട് പോവുക എന്നുള്ളത്, അതായത് 2 വർഷം കഴിഞ്ഞിട്ടല്ല, നമ്മൾ എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ പോളിസി, നമുക്ക് ഇന്നലെ എന്നുള്ളത് ഇതിലില്ലോ, നാളെ എന്നുള്ളത് വെക്കാതെ ഇന്ന് തന്നെ നമ്മൾ പോളിസി എടുക്കുകയാണെങ്കിൽ, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ അതിനുശേഷം നമുക്ക് എല്ലാ കവറേജും കിട്ടുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് പോളിസി എടുക്കാൻ ഇപ്പോൾ ഒരു വേറെ സംവിധാനം കൂടിയുണ്ട്. പൈസ ഒന്നിച്ചില്ലെങ്കിൽ BNPL, ബൈ നൗ പേ ലേറ്റർ എന്ന് പറഞ്ഞ മാസം EMI ആയിട്ട് EMI സൗകര്യത്തിൽ അതിന് നമ്മുടെ അക്കൗണ്ട് ഗൂഗിൾ പേയിൽ 700-ന് മുകളിൽ സിവിൽ സ്കോറുള്ള എല്ലാവർക്കും ലോണായിട്ട് പോളിസി എടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു സംവിധാനം കൂടി ഉണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ പോളിസി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളെ അറിയിക്കുക. നമ്മൾ ഇതിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പോളിസികൾ ഉറപ്പുവരുത്തുക, നമ്മുടെ കുടുംബത്തെ ഭദ്രമാക്കുക. ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ നമ്മൾക്കൊരു കാര്യം ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. എന്തെല്ലാം ഉണ്ടായെങ്കിലും, എന്തെല്ലാം നേടിയാലും ആ നേടിയതെല്ലാം നഷ്ടപ്പെടാൻ ഒറ്റ നിമിഷം മതി, അല്ലേ? ഒരു അസുഖം ഡിറ്റക്റ്റ് ചെയ്താൽ മാത്രമേ മതി. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. നമ്മളെ തെറ്റല്ല, നമ്മളെ സാഹചര്യം അങ്ങനെയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, കുടിക്കുന്ന വെള്ളങ്ങൾ, ശ്വസിക്കുന്ന വായു പോലും ഇതിന് കാരണമാണല്ലേ. ഒരു വലിയ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയുന്ന എമൗണ്ടാണ്. അതായത് 10 ലക്ഷം, 12 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം, അങ്ങനെയാണ്. എന്തിനു വേണ്ടി? ഒരു ആക്സിഡൻറ്റ് തന്നെ വന്നു കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഒരു 2 വർഷമായി ഒരു ക്ലെയിം, ഒരു കുട്ടി ബാംഗ്ലൂർ പോയതാണ്. ഇവിടെ നാട്ടിൽ തന്നെയുള്ളവരാണ്. ബാംഗ്ലൂർ എന്തോ പഠിത്ത കാര്യങ്ങൾക്ക് പോയി അവിടുന്ന് ഒരു ബൈക്ക് എടുത്ത് വേറെ എങ്ങോട്ടോ പോയതാണ്.
ഒരു ആക്സിഡൻറ്റ് നടന്നു. 14 വാരിയെല്ലും ഒടിഞ്ഞ് ഉള്ളിലേക്ക് കുത്തിക്കയറി. വലിയ ഒരു എമൗണ്ട്. അതായത് ആ ഒരു മാസം ഹോസ്പിറ്റലിൽ കിടന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. 27 ലക്ഷം രൂപയാണ് അതിന് തീർന്നത്. ആർക്കെങ്കിലും പ്രതീക്ഷിച്ചായിരുന്നു? അവർ ഭാഗ്യത്തിന് ഒരു 6 മാസം മുന്നേ 50 ലക്ഷം രൂപയുടെ പോളിസി അവർ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫിനാൻഷ്യലി അവർ ബുദ്ധിമുട്ടായില്ലെങ്കിലും ഒരു ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സങ്കടകരമായ കാര്യം തന്നെയാണ്. പക്ഷേ അവർക്ക് അതുകൊണ്ട് അത്രയൊരു എമൗണ്ട് അന്നേരം പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? അവരുടെ ഭവനം തന്നെ വിൽക്കേണ്ട ഒരു അവസ്ഥയിലായിരിക്കും. അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എത്രയും വേഗം നമ്മളുടെ അടുത്ത് നിന്ന് പോളിസി എടുക്കുക. നമ്മളുടെ അടുത്ത് നിന്നല്ല, എവിടെ നിന്നാണെങ്കിലും പോളിസി എടുക്കുക. നമ്മളുടെ നിന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് തരും. വേറെ ഒരുപാട് ഏജൻറ്റുമാരുണ്ടാവും, അവരൊക്കെ പറഞ്ഞാലും ഡിസ്കൗണ്ട് ആരും തരത്തില്ല. നമ്മൾ ഡിസ്കൗണ്ട് തരുന്നതാണ്. അതുപോലെ ബാക്ക് സപ്പോർട്ട്, ഇതിന് മെയിൻ കാരണം ബാക്ക് സപ്പോർട്ടാണ് വേണ്ടത്. ബാക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾ എവിടെ പോയാലും അവഗണിക്കപ്പെടുന്ന ഒരു അവസ്ഥ വരും. ബാങ്കിൽ നിന്ന് നമ്മൾ പോളിസി എടുത്താലും അതുപോലെ ഓൺലൈനിലായിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബാക്ക് സപ്പോർട്ട് കിട്ടില്ല. രാത്രി 6 മണി കഴിഞ്ഞാൽ ആരും റെസ്പോൺസ് ചെയ്യില്ല. അങ്ങനെയുള്ള സമയത്ത് നമുക്കിത് എടുത്ത് നഷ്ടമായിട്ട് വരും. നമുക്ക് ഹോസ്പിറ്റലുകാർ പൈസ മേടിക്കുകയും ചെയ്യും. ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി 24 മണിക്കൂർ ഞങ്ങൾ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക, വേണ്ട എല്ലാ കാര്യങ്ങളും ചോദിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.